നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2 പേർക്ക്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യനിലൂടെ കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷെഹനാദ് ജലാലിനും പുരസ്കാരം. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മികച്ച നടി യാമി ഗൗതം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിലും KSUവിലും ഭിന്നത. നിയമനം നടന്നത് ഡീൻ കുര്യാക്കോസ് MPയുടെ ശുപാർശയിലെന്ന് കെ ബാബു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഡീൻ കുര്യാക്കോസ്. ആശങ്കകൾ KPCC അറിയിച്ചുവെന്നും മുഖ്യമന്ത്രിയെ കാണുമെന്നും അലോഷ്യസ് സേവ്യർ. സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് അലോഷ്യസ് സേവ്യറിന്റെ ശ്രമമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി. ചോദ്യപേപ്പർ മാറി നൽകിയതോടെ പരീക്ഷ റദ്ദാക്കി PSC. പിഴവ് ആലപ്പുഴയിൽ ഇന്ന് നടന്ന ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ പരീക്ഷയിൽ. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലത്തെ പരീക്ഷയ്ക്ക് നൽകി. പിഴവിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കി. നിയമന ക്രമക്കേട് കേസിൽ ഒടുവിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി PSC. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണം. നടപടി മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും കാരണമെന്ന് സർക്കാർ. 200 മുതൽ 300 മെഗാവാട്ട് വരെ വൈദ്യുതി ഉപഭോഗം ഇന്ന് കൂടിയേക്കുമെന്ന് KSEB. പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയിൽ കുറവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രികളിൽ ബാനറും കൊടിയും കെട്ടി ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി. ഉച്ചഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാക്കും. ആദ്യം നടപ്പാക്കുക ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ. കൂടുതൽ മരുന്നുകൾ ഗവൺമെന്റ് ആശുപത്രികളിൽ എത്തിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 34 ഭാഷകളിൽ നിന്നായി 400 സിനിമകളാണ് ഇത്തവണ ജൂറിക്ക് മുന്നിൽ എത്തിയത്. ഭ്രമയുഗത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. Best actor in leading role shared Brahmayugam, Malayalam. This visually stunning for horror film actor Mammootty. Chandu Champion, Hindi, actor Karthik Aryan. Best cinematography, Brahmayugam, Malayalam. Cinematographer, Shehnaaz Jalal. Best female playback singer, ARM, Angu Vaanakkonil, Malayalam song. Vaikam Vijayalakshmi for song Angu Vaanakkonil. Best actress in leading role, Article 370, Hindi film. Actress Yamini Gautam. Best editing, Amaran, Tamil film. Best screenplay, dialogue, Lucky Bhaskar, Telugu. Best screenplay, original, Pushpa, The Role, Part 2, Telugu. Best feature film promoting national, social and environmental values, Captain Miller, Tamil film. Best feature film, Article 370, Hindi. The film centers on the mission to fully integrate Jammu and Kashmir into Indian Union. Best music direction. Best music direction, music, Amaran, Tamil film. Focus deeply immersive background music in this patriotic. മലയാളത്തിന് അഭിമാനകരമായ നേട്ടമാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉണ്ടായത്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള സിനിമയായി. ഒപ്പം മികച്ച ഹിന്ദി സിനിമയ്ക്കുള്ള പുരസ്കാരം ശ്രീകാന്ത് സ്വന്തമാക്കി. മികച്ച സിനിമയായി ആർട്ടിക്കിൾ 370 തിരഞ്ഞെടുക്കപ്പെട്ടു. മമ്മൂട്ടി മികച്ച നടനായപ്പോൾ അത് ആ പുരസ്കാരം കാർത്തിക് ആര്യൻ കൂടി പങ്കിടുകയായിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ദക്ഷിണേന്ത്യൻ സിനിമകൾക്ക് മികച്ച അംഗീകാരം ലഭിച്ച ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. വലിയ നേട്ടം തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകൾ
നേടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ. അഖില, 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാള തിളക്കം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി കരസ്ഥമാക്കിയിരിക്കുന്നത്. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറി 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് 34 ഭാഷകളിലായി 400-ലധികം സിനിമകളാണ് ജൂറിക്ക് മുൻപിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മികച്ചത് തെരഞ്ഞെടുക്കുക ഏറെ പ്രയാസകരമായിരുന്നു എന്ന കമന്റോട് കൂടിയായിരുന്നു ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 370 മികച്ച സിനിമയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ സിനിമയിലെ അഭിനയത്തിലൂടെ യാമി ഗൗതം മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയതിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 4ാമത് ദേശീയ പുരസ്കാരമാണിത്. ബോളിവുഡ് താരം കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്തിട്ടുണ്ട്. മികച്ച നടന്മാരായി 2 പേരെ തെരഞ്ഞെടുത്തു. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമാണ് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ പങ്കിട്ടെടുത്തിട്ടുള്ളത്. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയത് ബ്രഹ്മയുഗത്തിലൂടെ ഷഹനാദ് ജലാലാണ്. ഒപ്പം ARM എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണിൽ എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. കൂടാതെ മേജർ മുകുന്ദ് വരദരാജിന്റെ കഥ പറഞ്ഞ അമരൻ സിനിമയിലൂടെ മികച്ച സംവിധായകനായി രാജ്കുമാർ പെരിയസ്വാമി, എഡിറ്ററായി R കലൈവാനൻ, പശ്ചാത്തല സംഗീതത്തിന് GV പ്രകാശം, അത്തരത്തിൽ 3 പുരസ്കാരങ്ങളാണ് മേജർ മുകുന്ദ് വരദരാജിന്റെ കഥ പറഞ്ഞ അമരൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിറ്റി ഫാത്തിമയാണ് മികച്ച മലയാളം സിനിമ. ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിച്ച രായൻ മികച്ച തമിഴ് സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വീർ സവർക്കർ സിനിമയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം രൺദീപ് ഹൂഡ സ്വന്തമാക്കി. മികച്ച ജിഷ്ണു, ഒരു ദയവായി തുടരുക. ഇപ്പോൾ ജയരാജ് പ്രതികരിക്കുകയാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. എന്നാൽ കൂടെ ഏറ്റവും മുന്നിൽ നിന്നത് ബ്രഹ്മയുഗം. ഈ സാധാരണഗതിയിൽ ഈ സിനിമാ മേഖലയും ജൂറിയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നൊക്കെ ആക്ഷേപം പൊതുവിൽ ഉണ്ടതാണ്. അപ്പൊ അതിനിടയിലാണ് 370 എന്ന ആർട്ടിക്കിൾ 370ക്ക് അവാർഡ് കിട്ടുന്നു. നവാഗത സംവിധായകന് സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വിമർശനം വരുമെന്നൊരു ഇതുണ്ടോ ജൂറിക്ക്? ഇല്ല, നമ്മൾ കാണുമ്പോൾ സിനിമ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ മുന്നിൽ പൊളിറ്റിക്സ് ഇല്ല. കാരണം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ കൂടെയുള്ള 10 പേരും കണ്ടത് സിനിമ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ആ സിനിമ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു നവാഗത സംവിധായകൻ്റെയാണ് ആർട്ടിക്കിൾ 370. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ. അതിൽ തന്നെയാണ് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമരനും വളരെ ഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമയാണ്. നമ്മുടെ വികാരം അല്ലെങ്കിൽ ഒരു അനുഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് വളരെ വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം കണ്ടു അമരൻ. അതുപോലെ ക്യാപ്റ്റൻ മില്ലറും നല്ലൊരു പെർഫോമൻസുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല പെർഫോമൻസ്. അയാൾ ആസ് എ ന്യൂ ഡയറക്ടർ ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത് അതിഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് അതിനുവേണ്ടി എടുത്ത സ്ട്രെയിൻ, അതായത് നമ്മുടെ സെല്ലുലാർ ജയിലിലും അതുപോലെ ആ ഒരു കാലം മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഫൈനൽ തീരുമാനം എടുക്കുന്നത് വരെ ഈ ആർട്ടിക്കിൾ 370 വേഴ്സസ് ബ്രഹ്മയുഗം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാനത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമ്മളെ ആദ്യത്തെ ഈ ഒരു ജൂറിയായിട്ട് വരുമ്പോൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ഇതിൽ ഉണ്ടായിരുന്ന ഡിസ്കഷൻ എന്തായിരുന്നോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയാൻ പാടില്ല. കിഷ്കിന്ധാകാന്ഡം പരിഗണിക്കപ്പെടും പല മേഖലകളിൽ എന്നൊരു പ്രതീക്ഷ. കിഷ്കിന്ധാകാന്ഡം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫൈനൽ റൗണ്ടിൽ എല്ലാ മേഖലയും, പ്രത്യേകിച്ചും തിരക്കഥ, അതുപോലെ സംവിധാനം, എഡിറ്റിംഗ്, എല്ലാ സെഗ്മെന്റിലും പരിഗണിച്ചിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം. കാരണം ബ്രഹ്മയുഗവും കിഷ്കിന്ധാകാന്ഡവും മഞ്ഞുമൽ ബോയ്സും അതുപോലെ ഫെമിനിറ്റി ഫാത്തിമ എല്ലാം ഈക്വലി നിൽക്കുകയാണ് മറ്റ് സിനിമകളുടെ കൂടെ. മഞ്ഞുമൽ ബോയ്സിന് എന്താണ്, എങ്ങനെയാണ് അതിലൊരു പരിമിതി വന്നതെന്നുള്ള? കാരണം പരിമിതികളൊന്നുമില്ല, എല്ലാം ഈക്വലി ഗുഡാണ്. അപ്പൊ അതിൽ നിന്ന് എല്ലാ നല്ലതിൽ നിന്ന് ഒരു നല്ലത് എടുക്കുക എന്നുള്ളതാണല്ലോ പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവാർഡ് ലഭിക്കുന്നു. ഒരു പരാതി കേരളത്തിൽ നിന്നാണ് വ്യാപകമായി വരുന്നത്. ഒരു മലയാളത്തിൽ നിന്നൊരു സംവിധായകൻ ജൂറി ചെയർമാനാകുമ്പോൾ അത്തരം സിനിമകൾക്ക് അവാർഡ് ലഭിക്കുന്നത് വീണ്ടും സാറിനെതിരെ ഒരു വിമർശനമായി മാറാൻ സാധിക്കും. ഞാൻ എൻ്റെ ആസ് എ ജൂറി ചെയർമാൻ
ഞാനും എൻ്റെ കൂടെയുള്ള 10 മെമ്പേഴ്സും ഞങ്ങൾ സിനിമ മാത്രമേ കണ്ടുള്ളൂ. ഇതിനകത്ത് ഓരോ മേഖലകളിലും ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ളവരാണ് ഇതിനകത്തുള്ള മറ്റ് മെമ്പേഴ്സും. എല്ലാവരും പല സ്ഥലത്തു നിന്നും വന്നിരുന്നു. പക്ഷേ എല്ലാവരുടെയും മുന്നിലുള്ളത് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൻ്റെ അകത്ത് ഒരാൾ വിചാരിച്ചാലോ 1-2 പേര് വിചാരിച്ചാലോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എൻ്റെ വിശ്വാസം. ജൂറി ചെയർമാൻ ജയരാജിൻ്റെ പ്രതികരണമാണ് കണ്ടത്. മലയാള സിനിമകൾ ഓരോ ഇടത്തും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. കിഷ്കിന്ധാകാന്ഡമൊക്കെ വിവിധ മേഖലകളിൽ മത്സര രംഗത്ത് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അഭിമാനമായി ജയരാജ് പറയുകയാണ്. ഒപ്പം മമ്മൂട്ടിക്കും പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ച് ഭ്രമയുഗം മികച്ച സിനിമയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ഒരുപക്ഷെ അവസാനം വരെ ഉണ്ടായിരുന്നു ഭ്രമയുഗം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ധനുഷിൻ്റെ രായൻ സിനിമയെക്കുറിച്ച്, ക്യാപ്റ്റൻ മില്ലറിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ ജൂറി ചെയർമാൻ നടത്തിയിട്ടുണ്ട്. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദാണ്. ഫാസിൽ മുഹമ്മദിൻ്റെ പ്രതികരണത്തിലേക്ക്. സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ പെട്ടെന്നാണ് അനൗൺസ് ചെയ്തത്. ഇതിന് മുന്നേ അനൗൺസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡേറ്റ് മാറി ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് 1/2 മണിക്കൂറിൽ അനൗൺസ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാതും പെട്ടെന്നായിരുന്നു. അതെ, വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു പുതുവ സംവിധായകനാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സെറ്റപ്പ് ചെയ്ത സിനിമയാണ്. അപ്പം അതിന് IFFKയിലാണ് ആദ്യം പ്രീമിയർ ചെയ്തത്. അപ്പം അവിടെ നിന്ന് തൊട്ടേ നമുക്ക് ഇവിടെ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിരവധി അവാർഡുകൾ കിട്ടി. അതിൻ്റെ സ്റ്റേറ്റ് അവാർഡ് 3 അവാർഡുകൾ കിട്ടി. അപ്പം അതിന് ശേഷമാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് ആണെന്ന രീതിയിൽ എനിക്ക് അതെല്ലാം ഫുൾഫില്ലായി എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് നമുക്ക് 3 അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹം വളരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന വാർത്തകളെല്ലാം നമ്മൾ വേറൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നുണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഇരിക്കുകയായിരുന്നു. ഡബിൾ ഒരു കൂട്ടായ്മയുടെ വിജയം. അതെ, ഞാൻ എൻ്റെ പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ചെയ്ത സിനിമയാണ്. അത് 5 പേരടങ്ങുന്ന ക്രൂ ആണ് സിനിമയിലുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർ അവിടുത്തെ പൊന്നാലുണ്ടായിരുന്ന ആളുകളാണ് അഭിനയിച്ചതും ഒക്കെ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സർക്കിൾ ചെയ്ത സിനിമയാണ്. അപ്പം അതിന് വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ബാക്കി ടെക്നീഷ്യന്മാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊഡ്യൂസറായിട്ട് സുധീഷ് കറിയ, താമർ. അപ്പം എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത്. അതെ, കഥ ഇതും എഡിറ്റിംഗ് ഞാനാണ് ചെയ്തത്. മികച്ച ഗായികയായി തെരഞ്ഞെടുത്തത് വൈക്കം വിജയലക്ഷ്മിയാണ്. ARMലെ അങ്ങുവാനക്കോണിലെ എന്ന ഗാനത്തിനാണ് വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായത്. വൈക്കം വിജയലക്ഷ്മിയുടെ പ്രതികരണത്തിലേക്ക്. ഈശ്വര, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എല്ലാ കേട്ടവരൊക്കെ പറഞ്ഞു നാഷണൽ അവാർഡ് ലഭിക്കും. എല്ലാവരും പറഞ്ഞു കേട്ടോ, പറയാത്തവരാരുണ്ട്. അപ്പൊ ഇത്രയും പെട്ടെന്ന് അപ്പം ഞാൻ അനൗൺസ് ചെയ്ത് അറിഞ്ഞില്ലായിരുന്നു. എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞ സുഭാഷ് ചേട്ടനാണ്. എറണാകുളത്തെ ഒരു ഡോക്യുമെന്ററി എടുത്തായിരുന്നു, സല്യൂട്ട് എനിക്ക് വേണ്ടി ഡോക്യുമെന്ററി എടുത്ത സുഭാഷ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്ത്? അപ്പോഴാ പറഞ്ഞ സാറ് പറഞ്ഞു നാഷണൽ അവാർഡ് ഉണ്ട്. ARM നാഷണൽ അവാർഡ് ഉണ്ട്. അയ്യോ എന്റെ ദൈവമേ, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഈശ്വര, ഇല്ല ഇത്രയും പെട്ടെന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മോ. റെക്കോർഡിങ് നല്ല സുഖകരമായ റെക്കോർഡിങ് ആയിരുന്നു കേട്ടോ. പാട്ട് അയച്ചു തന്നു. അപ്പൊ അനില ചേച്ചിയാണെന്ന് തോന്നുന്നു ട്രാക്ക് പാടി തന്നു. അപ്പൊ ഞാൻ കേട്ട് പഠിച്ചു. എറണാകുളത്ത് വെച്ചായിരുന്നു റെക്കോർഡിങ്. കഴിഞ്ഞ കൊല്ലം മാർച്ചിലോട്ടായിരുന്നു. അപ്പം ദീപു ചേട്ടൻ ആണ് അതിന്റെ മ്യൂസിക്. ചേട്ടൻ പറഞ്ഞു തന്നു ഇന്ന രീതിയിൽ പാടണം. അപ്പൊ പിന്നെയാണ് അറിയുന്നത് ഇത് ARM സിനിമയുടെ പേര് വെച്ചപ്പോ പറഞ്ഞ ARM ഇതാണ്. മുത്തശ്ശി മകന് കഥ പറയുന്നു. അപ്പൊ ആ ഒരു ഫീലോട് കൂടി പാടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ അതുപോലെയൊക്കെ പാടിയപ്പോ സാറിന് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമായി കേട്ടോ. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി. KSUവിൻ്റെ ആശങ്കകൾ KPCC അധ്യക്ഷനെ അറിയിച്ച് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSUവിൻ്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തന്നെ പിന്തുണയ്ക്കുമെന്ന് അലോഷ്യസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സാധ്യമാകും എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതേസമയം വിവാദങ്ങളുണ്ടാക്കി സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് അലോഷ്യസ് സേവ്യർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തതിൽ വിശദീകരണവുമായി ഡീൻ കുര്യാക്കോസ് MP എത്തി.
ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KPCC. മുതിർന്ന നേതാക്കൾ KSU സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട അലോഷ്യസ് മുൻ നിലപാട് ആവർത്തിച്ചു. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കും. വിവാദമാക്കേണ്ട സാഹചര്യങ്ങളില്ല എന്നും കൂടിക്കാഴ്ചക്കൊക്കെ അവസരമൊരുങ്ങുമെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. നമുക്ക് ആലോചിക്കാം, ഉണ്ടാകുന്നതിന് എന്താ പ്രയാസം. അതേസമയം KSU സംസ്ഥാന സമിതിയിൽ അധ്യക്ഷനെതിരെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവ്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ചില ആളുകൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ബോധപൂർവം കരിവാരിത്തേക്കുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി പറഞ്ഞു. പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. സർക്കാരിന് നയപരമായ കാര്യങ്ങളിൽ KSUവിന് അഭിപ്രായം പറയാമെന്ന് മുൻമന്ത്രി K ബാബു വ്യക്തമാക്കി. UMPയുടെ ശുപാർശയിലാണ് വിവാദമായ നിയമനം നടന്നതെന്നും അദ്ദേഹം പറയുന്നു. KSUവിന് അഭിപ്രായം പറയുന്നത് തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. യോഗ്യതയാണ് പരിഗണന, അഡ്വക്കേറ്റ് ജനറൽ ശുപാർശയാണ് പരിഗണന, അതനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി ചെയ്തത്. അതിനിടെ നിയമന കാര്യത്തിൽ വ്യക്തത വരുത്തി ഡീൻ കുര്യാക്കോസ് MP തന്നെ രംഗത്തെത്തി. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകി. ഏതായാലും പരിഹാര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ KSUവിൽ മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും അസംതൃപ്തിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് PSC 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ മാറ്റിവെച്ചു. ആലപ്പുഴ ലച്നത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്ററിലാണ് രാവിലെ ചോദ്യപേപ്പർ മാറ്റി നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നൽകിയത്. തുടർന്ന് ഉച്ചകഴിഞ്ഞ് നടത്താനിരുന്ന PSC പരീക്ഷ മാറ്റിവെച്ചതായി PSC അറിയിച്ചു. സാങ്കേതിക പിഴവാണെന്നും രാവിലെ നടന്ന പരീക്ഷകൾ സാധുവാണെന്നും PSC വിശദീകരിച്ചു. എന്നാൽ മുഴുവൻ പരീക്ഷയും മാറ്റി നടത്തണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴ സെന്ററിൽ ചോദ്യപേപ്പർ കെട്ടുമാറി പൊട്ടിച്ചതാണ് ഗുരുതര വീഴ്ചയ്ക്ക് കാരണം. PSC വകുപ്പ് തല അന്വേഷണം തുടങ്ങി. 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ മാറ്റിവെച്ചതോടെ ബുദ്ധിമുട്ടിലായത്. ഒരു വിഷമായി പോയി, അവര് നേരെ നോക്കി പറഞ്ഞു. അവർക്കും ഒരുമാതിരി വിഷമായി പോയി. ഈ ലോങ്ങിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ വരുന്നവരൊക്കെ ഉണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കൊരു വിഷമായി പോയി അവരോട് സംസാരിച്ചപ്പോൾ. എപ്പോഴാണ് അറിഞ്ഞത് പരീക്ഷ മാറ്റിയെന്നുള്ളത്? പരീക്ഷ ഹോളിൽ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് പരീക്ഷ മാറ്റി വെച്ചെന്ന്. ആരാ വന്ന് പറയുന്നത് ഈ പരീക്ഷ മാറ്റി എന്നുള്ളത്? അനൗൺസ്മെന്റ് ചെയ്യുമായിരുന്നു. എന്താ കാര്യം പറഞ്ഞല്ലോ? ഒന്നും പറഞ്ഞൊന്നുമില്ല, പരീക്ഷ മാറ്റി വെച്ചെന്നുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ നിങ്ങളുടെ ഈ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലത്തെ പരീക്ഷയുടെ തന്നെ ആയിരുന്നു? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നില്ല, നമ്മൾ ഹാളിൽ ഇരിക്കുമായിരുന്നു പരീക്ഷയ്ക്ക് റെഡി ആയിട്ട്. എന്നിട്ടേക്കാണ് പറഞ്ഞത് എക്സാം മാറ്റി വെച്ചു. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെട്ട രേഖകൾ കൈമാറി കമ്മീഷൻ. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി കമ്മീഷൻ. ഇന്നലെ വൈകിട്ടാണ് രേഖകൾ കൈമാറിയത്. അതേ വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ കൈമാറില്ലെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSC തീരുമാനം. PSC നിയമന ക്രമക്കേടിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായാണ് PSC രേഖകൾ കൈമാറിയത്. ഇന്നലെ വൈകിട്ട് PSC നിയോഗിച്ച സമിതി രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, ഇന്റർവ്യൂ ലിസ്റ്റ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് റെക്കോർഡ് എന്നിവയാണ് നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പട്ടിക അന്വേഷണ സംഘം ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ PSCയുമായി ബന്ധപ്പെട്ടവരെ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യലിന് വിളിക്കണമെന്ന് SIT തീരുമാനിക്കും. രേഖകളും മൊഴികളും പരിശോധിച്ച്
ക്രമക്കേടിന് പ്രഥമദൃഷ്ട്യാ തെളിവ് ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. അതേസമയം വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ നൽകില്ലെന്ന് PSC നേരത്തെ മറുപടി നൽകിയിരുന്നു. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSC തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലപ്പോഴും ഫലപ്രഖ്യാപനത്തോടെ അവസാനിക്കാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിലും പ്രചാരണത്തിനിടെ ഒരു കുടുംബത്തിന് നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് കൊല്ലം അയത്തിൽ ഡിവിഷനിലെ മുൻ BJP സ്ഥാനാർത്ഥി. ചോർന്നൊലിക്കുന്നതും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്നതുമായ വീട് പുനർനിർമ്മിച്ച് ഭിന്നശേഷിക്കാരിയായ ലതാകുമാരിയുടെ കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ് BJP കിളികൊല്ലൂർ മണ്ഡലം കമ്മിറ്റി. മഴ പെയ്താൽ വീടിനുള്ളിൽ വെള്ളം വീഴാത്ത സ്ഥലം നോക്കി മാറി മാറി കിടക്കേണ്ടി വന്ന ഒരു കുടുംബം ഇപ്പോൾ സുരക്ഷിതമായ പുതിയ വീട്ടിലാണ് താമസം. കാവുങ്കൽ തെക്കതിൽ ഭിന്നശേഷിക്കാരിയായ ലതാകുമാരിക്കും കുടുംബത്തിനുമാണ് BJP കിളികൊല്ലൂർ മണ്ഡലം കമ്മിറ്റി വീട് പുനർനിർമ്മിച്ച് നൽകിയത്. വീടിന്റെ താക്കോൽദാനം BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് നിർവഹിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയത്തിൽ ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച V. രജനി പ്രചാരണത്തിനിടെ ഈ വീട്ടിലെത്തിയപ്പോഴാണ് കുടുംബത്തിന്റെ ദുരിത ജീവിതം നേരിൽ കാണുന്നത്. ടാർപോളിൻ മൂടിയ മേൽക്കൂരയുള്ള വീട്ടിൽ 90 വയസ്സുള്ള വയോധിക ഉൾപ്പെടെ 4 സ്ത്രീകളും 10 വയസ്സുകാരനായ കുട്ടിയും മഴയും വെയിലും സഹിച്ച് കഴിയുകയായിരുന്നു. അന്ന് കുടുംബം മുന്നോട്ട് വെച്ചത് ഒരു ആവശ്യമായിരുന്നു: മഴ നനയാതെ കിടക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ വീട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും വീട് താമസയോഗ്യമാക്കി നൽകാമെന്ന് രജനി വാക്ക് നൽകി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും ആ വാക്ക് മറന്നില്ല. വിവരം BJP ജില്ലാ കമ്മിറ്റി അംഗം പ്രതീഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴയ വീട് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് BJP മണ്ഡലം കമ്മിറ്റിയുടെയും പ്രവർത്തകരുടെയും സഹകരണത്തോടെ വീട് പൂർണ്ണമായും പുനർനിർമ്മിക്കുകയായിരുന്നു. ഇപ്പോൾ മഴയും വെയിലും ഭയക്കാതെ അന്തിയുറങ്ങാൻ സുരക്ഷിതമായ ഒരു കൂരയാണ് ഈ കുടുംബത്തിന് സ്വന്തമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലപ്പോഴും മറവിയിലാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തോൽവിക്കു ശേഷവും ഒരു കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച V. രജനിയും. അമൃത ന്യൂസ്, കൊല്ലം. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകൾക്ക് നാളെ ഔദ്യോഗിക തുടക്കമാകും. വള്ളസദ്യയ്ക്കായുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള പാചകപ്പുരയിലെ അടുപ്പുകളിൽ ഇന്ന് അഗ്നി പകർന്നു. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വടക്കേ മാളികയിൽ കിഴക്കുവടക്ക് ഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് ആറന്മുളയിലെ മുതിർന്ന പാചകക്കാരാണ് അഗ്നി പകർന്നത്. വരും ദിവസങ്ങളിൽ 10,000-കണക്കിന് ഭക്തരാണ് പള്ളിയോടക്കരക്കാരുടെ വഴിപാട് സദ്യയിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മറ്റ് മെഡിക്കൽ കോളേജുകളേക്കാൾ മോശം അവസ്ഥയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കൂടുതൽ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ എത്തിക്കും. ഉച്ചഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാക്കും. ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കൊടികെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രിയെന്നും K. മുരളീധരൻ പറഞ്ഞു. കളിച്ചുകൊണ്ടിരുന്ന പിഞ്ചുകുഞ്ഞിനെ തെരുവ് നായ്ക്കൂട്ടം ആക്രമിച്ചു. പത്തനംതിട്ട ഏഴംകുളം കൊച്ചുറോഡ് കിഴക്കേതിൽ 1.5 വയസ്സുകാരനായ മുഹമ്മദ് റംസാനാണ് നായ്ക്കളുടെ കടിയേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. സഹോദരനൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിനെ കൂട്ടമായി എത്തിയ തെരുവ് നായ്ക്കൾ പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ഈ സമയം കുട്ടിയുടെ അമ്മ വീടിനുള്ളിൽ ജോലിയിലായിരുന്നു. കുഞ്ഞിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ കല്ലെറിഞ്ഞാണ് നായ്ക്കളെ ഓടിച്ചത്. അപ്പോഴേക്കും കുഞ്ഞിന്റെ തലയിലും കൈയിലും പുറത്തും കവിളിലും ഉൾപ്പെടെ ശരീരമാസകലം സാരമായി കടിയേറ്റിരുന്നു. പരിക്കേറ്റ കുഞ്ഞിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ഫയർഫോഴ്സ് വാഹനം മറിഞ്ഞ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രഞ്ജിത്താണ് മരിച്ചത്. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി പ്ലാപ്പള്ളിയിലെത്തിയതായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 6 പേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുലാപ്പള്ളി ആലപ്പാട് ജംഗ്ഷന് സമീപത്ത് ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ട് വനം വകുപ്പിന്റെ വാഹനത്തിലും അയ്യപ്പ ഭക്തരുടെ 2 വാഹനങ്ങളിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയായ അമൃതം തവ സേവനത്തിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുള്ള ഖലാപൂർ ഗ്രാമത്തിൽ വിത്തു തൈ വിതരണ യജ്ഞം സംഘടിപ്പിച്ചു. പുതുതലമുറയെ പരിസ്ഥിതി സംരക്ഷണ പാഠങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹരിതാപമായ ഒരു നാളേക്കായി തൈകൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റായ്ഗഡ് ജില്ലയിലെ ഖലാപൂർ ഗ്രാമത്തിൽ ചടങ്ങുകൾ നടന്നത്. മുൻ തലമുറ നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ തണലും ഫലങ്ങളും നമ്മൾ ഇന്ന് ആസ്വദിക്കുന്നത് പോലെ വരും തലമുറകൾക്കായി നമ്മളും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന അമ്മയുടെ കാഴ്ചപ്പാടിലായിരുന്നു പരിപാടി.
മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയായ അമൃതം തവ സേവനം പഹൽ നർച്ചറിംഗ് ലൈഫ്സ് എന്ന NGOയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിനെത്തിയവരെ ഗോത്ര നൃത്തത്തോടെയാണ് ഗ്രാമവാസികൾ സ്വീകരിച്ചത്. തുടർന്ന് മുംബൈ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അവ്യാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഗ്രാമീണർക്കായി വിത്ത് തൈ വിതരണം നടന്നു. മണ്ണിൽ വിത്ത് വിതയ്ക്കുന്ന ഈ സമയത്ത് ഗ്രാമീണർക്കായി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിലൂടെ പ്രകൃതിയും മനുഷ്യനും അനുഗ്രഹീതരായി എന്ന് സ്വാമി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. हमने बीज भी लाया। धर्म क्यों सिखाता है? क्योंकि मनुष्य को सही ढंग से जीना है। मैडम जो है आपको बताया कि कैसा ध्यान करना, तो उसमें क्या है, घर में कोई परिस्थिति हो, दुख भरी कोई टेंशन हो, उसको दूर करने कैसा करना वो सिखाएगा। ठीक है ना? हम खुश रहे, संतुष्ट रहे, शांत रहे, यही प्रार्थना। अम्मा की कृपा हमेशा आपके ऊपर हो। ആയുർവേദ ഡോക്ടറും ന്യൂട്രീഷനിസ്റ്റുമായ ഡോക്ടർ തേജശ്രീ പാട്ടീൽ നയിച്ച ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും തുടർന്ന് ഗ്രാമീണർക്കായി ധ്യാന പരിശീലനവും ഭജനയും നടന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമരക്കാരോടും പോലീസ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടത് വാക്കുതർക്കത്തിന് കാരണമായി. സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദിപ്കെ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 20 ദിവസമായി സോനം വാങ്ചുക് നിരാഹാര സമരത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഡോക്ടർമാരുമായി എത്തി സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തത് വാക്കുതർക്കത്തിന് കാരണമായി. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് വിശദീകരിച്ചു. സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക്കിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദിപ്കെ പ്രതികരിച്ചു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും നരേന്ദ്രമോദിയും രാജിവെക്കണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ജന്തർ മന്ദിറിൽ CJP സമരം ആരംഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിരാഹാര സമരം നടത്തിയ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദിറിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അഹിംസാത്മക രീതിയിൽ സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയ നടപടി തെറ്റാണെന്ന് രാഹുൽ എക്സിൽ കുറിച്ചു. ബലപ്രയോഗത്തിലൂടെ വിദ്യാർത്ഥി സമരങ്ങളെ ഇല്ലാതാക്കാനാവില്ല. വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകൾ ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ഇന്ത്യ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം-1 വിക്ഷേപിച്ചു. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൗത്യത്തിൽ എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 3, 2, 1, 0. And we have liftoff of Vikram-1, India's first private orbital launch vehicle. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ വിക്രം-1 വിജയകരമായി വിക്ഷേപിച്ചത്. ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെ സാന്നിധ്യം ഉറപ്പിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 12:05 റോക്കറ്റ് പറന്നുയർന്നത്. വിക്ഷേപണത്തിന് തൊട്ടു മുൻപുണ്ടായ സാങ്കേതിക പരിശോധനകളെ തുടർന്ന് 20 മിനിറ്റോളം കാലതാമസം നേരിട്ടെങ്കിലും കൗണ്ട് ഡൗൺ പൂർത്തിയായതോടെ വിക്രം-1 ആകാശത്തേക്ക് കുതിച്ചുയർന്നു.
റോക്കറ്റിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായ സമയത്ത് വേർപെടുകയും മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ സുഗമമായി സഞ്ചരിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സുവർണ അധ്യായത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. മുൻ ISRO ശാസ്ത്രജ്ഞരായ പവൻ കുമാർ ചന്ദ്രയും നാഗ ഭരത് ദാക്കിയും ചേർന്ന് 2018 സ്കൈ റൂട്ട് എയ്റോസ്പേസ് സ്ഥാപിച്ചത്. 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള വിക്രം 1 പൂർണ്ണമായും കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറഞ്ഞ ഭാരമുള്ള ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായതിന് 350 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുണ്ട്. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡിക്യൂപ്ഡ് എന്നിവയുടെ വിവിധ സാങ്കേതിക വിദ്യാ പ്രദർശന പേലോഡുകളും സ്കൈ റൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് പേലോഡും ഈ റോക്കറ്റ് വഹിച്ചു. ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വ്യവസായ രംഗത്തിന് ഈ വിജയം വലിയ മുതൽക്കൂട്ടാകും. സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റുകൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവാണ് ഇതോടെ തെളിയിക്കപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട കഠിനമായ എഞ്ചിനീയറിംഗ് പരീക്ഷണങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് മിഷൻ ആഗമൻ എന്ന് നാമകരണം ചെയ്ത ഈ ചരിത്ര ദൗത്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മൺസൂൺ ബമ്പർ ഇത്തവണ കണ്ണൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ശ്രീകാവേരി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത്. ലോട്ടറി തൊഴിലാളി ബംഗാൾ സ്വദേശി പൊപ്പി ഖാൻ തോട്ടടയിൽ വിറ്റ ടിക്കറ്റും ഭാഗ്യവാനും ഇപ്പോഴും കാണാമറയത്താണെങ്കിലും ഭാഗ്യം കൈമാറിയ പൊപ്പി ഖാന്റെ മുഖത്ത് 10 കോടിയുടെ തിളക്കമാണ്. കണ്ണൂരിൽ നല്ല മഴയാണെങ്കിൽ പോലും ഈ മഴയത്ത് വലിയ രീതിയിൽ സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ മൺസൂൺ ബമ്പർ 10 കോടി രൂപ ഇത്തവണ കണ്ണൂരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകാവേരി ലോട്ടറി സ്റ്റാൻഡിന് മുമ്പിലാണ്. ഇവിടെ ഇതിന്റെ ഉടമയും അതുപോലെ തന്നെ ടിക്കറ്റ് വിറ്റ ഏജന്റും നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ്, സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. ഈ 10 കോടി അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ? 10 കോടി ആദ്യമായിട്ടാണ്. പിന്നെ 1 കോടി താഴെയെല്ലാം കുറെ സമ്മാനം അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടിക്കറ്റ് വിറ്റ ആളുകൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഒരാൾ കൂടിയാണ്. എന്താണ് പേരെന്താണ്? എന്റെ പേര് പോപ്പി ഖാൻ. പോപ്പി. ഈ എന്നാണ് ഈ ടിക്കറ്റ് വിറ്റെന്ന് കൃത്യമായിട്ട് ഓർമ്മ വല്ലതും ഉണ്ടോ? ടിക്കറ്റ് വിറ്റ് ഇത് 12 ദിവസം മുമ്പ് എടുത്തിട്ട് പോയതാ. ഇപ്പൊ ആരെ എടുത്തിട്ട് പോയ അറിയില്ല. ഇത് നമ്മളെ സാധാരണ ചെറിയ പേടിയായിട്ടുണ്ട് 1-2 ബുക്കെല്ലാം കൊണ്ടുവെക്കും. ഇത് 12 ദിവസം മുമ്പാണ് ഈ ബുക്ക് എടുത്തിട്ട് പോയത്. മലയാളിയാണോ അതോ മറ്റല്ല? ഞാൻ കൽക്കത്തക്കാരാണ്. അതല്ല, ഈ ടിക്കറ്റ് എടുത്ത ആള് മലയാളിയാണോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. അത് ഈ ഹിന്ദിക്കാരോ അടിക്കുന്നുണ്ട്, നമ്മളെ കസ്റ്റമർ ഉണ്ട്, പിന്നെ മലയാളിയോ ഉണ്ട്. അതൊന്നും പറയാൻ കഴിയില്ല ആരെ എടുത്തിട്ട് പോയത്. ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു സമ്മാനം? ആദ്യമായിട്ട് ഇത്ര വലിയ സമ്മാനം. വീട്ടിലേക്ക് വിളിച്ചറിയിച്ചിരുന്നു? ഈ സന്തോഷമൊക്കെ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു? ചെറുതാ അറിയിച്ചു. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്ക്. ശരിയാ അറിയൂ. എങ്ങനെയാണ് ഈ ലോട്ടറി കച്ചവടത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ ആദ്യം ഹോട്ടൽ പണിക്കാരായിരുന്നു. അപ്പോൾ ഹോട്ടൽ പണി എടുക്കുമ്പോഴൊക്കെ ഇത് നോക്കുമ്പോൾ നാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഇപ്പോൾ 2 മാസം 3 മാസം ഗ്യാപ്പാവും. അപ്പോൾ കൊല്ലത്തേക്ക് ഒരു ദിവസം പോകുള്ളൂ. അപ്പോൾ പോയിട്ട് 1 മാസം 2 മാസമായി പോകും. അത് വരുമ്പോഴൊക്കെ ഒരാൾ പണിക്ക് കയറും. അപ്പോൾ നമ്മൾ പണി ഉണ്ടാവില്ല. ആ സമയത്താണ് ഈ ചെറിയ ലോട്ടറി കച്ചവടം തുടങ്ങും. അപ്പോൾ ഹോട്ടലിൽ പിന്നെ വേക്കൻസി ആകുമ്പോൾ ഞാൻ ഇത് നടത്തിയിട്ടാണ് ഒരു ആൾ വെച്ചിട്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് കയറും. ഇങ്ങനെയാണ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഹോട്ടൽ ലോട്ടറി കച്ചവടത്തിലേക്ക് മാറിയതാണ്. ഇപ്പോൾ അതിനാണ് ഇപ്പോൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ലോട്ടറി കച്ചവടം. എന്തായാലും വലിയ സന്തോഷം അല്ലേ? വലിയ സന്തോഷം. ഏകദേശം എത്ര ടിക്കറ്റ് ഇവിടെ ഏകദേശം വിറ്റ് പോകുന്നുണ്ട്? ഞാൻ ബമ്പർ ഏകദേശം 1 ലക്ഷത്തോളം. കൂടുതൽ ഈ മൺസൂൺ ബമ്പർ പൊതുവെ കുറവാണ്. പക്ഷെങ്കിൽ 96,000 ടിക്കറ്റോളം വിൽപ്പന ചെയ്തു. അത് എൻ്റെ ഇവരെ പോലത്തെ ആളെല്ലാം കൂടി വിൽപ്പന ചെയ്തു. എൻ്റെ വിൽപ്പനക്കാരനാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 96,000 ടിക്കറ്റ് മൺസൂൺ ബമ്പർ വിറ്റു. ആളിപ്പോഴും അജ്ഞാതനായിട്ട് നിൽക്കുകയാണ്. ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടോ? അതങ്ങനെ അത് ഒരു ഇന്നേക്ക് അറിയാം. ഇപ്പൊ റിസൾട്ട് വന്നിനല്ലുള്ളൂ. പിന്നെ ചില ആൾ ഇത് പോക്കറ്റിൽ വെച്ച് ഓർമ്മയുണ്ടാവില്ല, പണിക്ക് പോയിട്ടുണ്ടാവും. 2 ദിവസം കഴിഞ്ഞ പാടെല്ലാം അറിയൂ. ഇതെല്ലാം പോക്കറ്റിൽ വെക്കുന്ന ഇപ്പോൾ റിസൾട്ട് വരുന്നത്ര എല്ലാവരും നോക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ്. കാരണം മൺസൂണിൽ ലഭിച്ചൊരു ഭാഗ്യം അത് കണ്ണൂരിൽ തന്നെ ലഭിച്ചതിൽ അതിയായ സന്തോഷമാണ് ഇവർ പങ്കുവച്ചത്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. മലപ്പുറത്ത് ഉറങ്ങിക്കിടന്ന 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിൽ കയറി തെരുവ് നായ കടിച്ചു. ഒതുക്കുങ്ങൽ തൊടുവത്തുപറമ്പിൽ ഉച്ചയോടെയാണ് സംഭവം. കുഞ്ഞിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് 2 പേർക്കും തെരുവ് നായയുടെ കടിയേറ്റു. കുട്ടിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തും ചെവിയിലും തലയ്ക്കും കയ്യിലും കടിയേറ്റു. ആദ്യം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു.